ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൺഷൈൻ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ പാലസ് കാണാനാണ് കേട്ടോ. ബാംഗ്ലൂർ വരെ വന്നിട്ട് പാലസ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ. അപ്പം ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ രാവിലെ തന്നെ പാലസ് കണ്ടു കളയാമെന്ന് കരുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ എത്തിയപ്പം ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. പുറത്തൊക്കെ ഒരുപാട് സ്ഥലമുള്ളതും കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുക ആരില്ല എന്ന്, പക്ഷെ ഉള്ളിലൊക്കെ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ വന്ന സ്ഥിതിക്ക് പുറമൊക്കെ ഒന്ന് ശരിക്കും കണ്ടു കളയാമെന്ന് കരുതി ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഭിത്തിയിൽ നോക്കൂ, നല്ല പെയിൻ്റ് അടിച്ച പോലെ ഒരു ഗ്രീൻ കളർ കാണുന്നില്ലേ? ഇത് ശരിക്കും പെയിൻ്റൊന്നും അല്ല കേട്ടോ, അത് ചെടി വളർത്തിയേക്കുന്ന ഈ ഭിത്തിയിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സൈസ് ചെടിയില്ലേ, അതാട്ടോ അത്. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറച്ച് രാവിലെയാണ് വന്നത്. അപ്പം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്നിട്ട് തന്നെ ഇവിടെ ആളുണ്ട്. ഒരുപാട് സ്ഥലം ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വന്നായിട്ട് നമുക്ക് ഇച്ചിരി പേരേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ബാംഗ്ലൂർ പാലസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെയാണോ സംഭവം എന്ന് അറിയാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഞാൻ മൈസൂർ പാലസിൽ പോയിട്ടുണ്ട്, പക്ഷേ ബാംഗ്ലൂർ പാലസിൽ വരുന്നത് ആദ്യമാണ്. ബാംഗ്ലൂർ വരുന്നത് തന്നെ ആദ്യമാണ്. അപ്പോഴാണ് ബാംഗ്ലൂർ പാലസ്. നോക്കൂ, ആ ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കണതാണ്, നല്ല രസമില്ലേ. പിന്നെ ഭയങ്കര വലിയ പാലസാണ് കേട്ടോ അത്. പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് പഴമ ഇങ്ങനെ തുങ്ങി നിൽക്കുന്ന ഒരു പാലസ്. പുറത്ത് നോക്കിയാൽ ഉള്ളിൽ കയറിക്കൊണ്ട് ടക്കെന്നായി പോയി. നോക്കൂ, മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ടപ്പോൾ ഞാൻ ഓർത്തു പുറത്ത് വേറൊരു കളർ ഉള്ളിൽ വേറെ കളർ. ഇത് മെയിൻ്റെനൻസ് ചെയ്തപ്പോൾ ഈ കളറാക്കിയതാണോ അതോ ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ കളറൊന്നും അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ ഒരു റൂം കഴിഞ്ഞ് ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഈ റൂം കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ മൊബൈൽ ഫോണും ഈ ഹെഡ്സെറ്റും നമുക്ക് തരും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ തരുന്നൊന്നുമല്ല കേട്ടോ. ഈ ഹെഡ്സെറ്റും മൊബൈൽ ഫോണും എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കതിൽ ഏതെങ്കിലും ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നിന്ന് അവിടെയൊക്കെ ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ടാവും. ആ നമ്പറിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഏരിയനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാം. അപ്പം വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ആവത്തില്ല, നമുക്ക് മാത്രം കേൾക്കാം. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി നമുക്കിങ്ങനെ പോകാം. സാധാരണ മൈസൂർ പാലസിലൊക്കെ പോയ സമയത്ത് എന്താ ഏതാണെന്നൊന്നും അറിയാതെ വെറുതെ ഇങ്ങനെ കണ്ടങ്ങ് പോയി. പിന്നെ ഗൈഡിനെയൊക്കെ നമ്മൾ വിളിച്ച് പൈസയൊക്കെ കൊടുത്ത് നിർത്തുകയാണെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷെ നമ്മളതൊന്നും ചെയ്തില്ല, വെറുതെ ഇങ്ങനെ കണ്ടുപോയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാലസ് കണ്ട് തുടങ്ങാൻ പോവാണ്. ഇവിടുന്ന് കയറി കണ്ട ആ സൈഡിലായിട്ട് കണ്ടില്ലേ കുറച്ച് പേര് നിൽക്കുന്നത്, അതാണ് കേട്ടോ ആ ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മേടിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടോ ഒരു 2 എന്ന് എഴുതിയേക്കുന്ന ഒരു ഹെഡ്സെറ്റിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തേക്കുന്നത്. അതുപോലെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഓരോ ഫോട്ടോയുടെ അടുത്തും അല്ലെങ്കിൽ ഓരോ ഏരിയയുടെ അടുത്തും നമ്പർ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ നമ്പറിൽ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഓരോ സ്ഥലവും കണ്ട് അതെന്താണ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കാനും പറ്റും. അവർക്കിങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗൈഡിനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെയും ചെവിയിലിങ്ങനെ ഹെഡ്സെറ്റ് ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവർ മിണ്ടാതെ ആ സ്ഥലമൊക്കെ കണ്ട് പോയിക്കോളാം. എന്നാലും സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ആ ഏരിയനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ അറിയാമല്ലോ. ഞാൻ പോയപ്പോഴും ഹെഡ്സെറ്റും ഫോണും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി കേട്ടോ. മേടിച്ചിരുന്നു. ഇതൊക്കെ എന്താണെന്ന് എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. വലിയ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നതുകൊണ്ടാണ്, അത് പണ്ട് അങ്ങനെ വന്നിരുന്ന സ്ഥലമാണ്, ഇങ്ങനെ വന്നിരുന്ന സ്ഥലമാണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. വന്നപ്പോൾ തൊട്ടേ ആ ആനയുടെ തലയില്ലേ അതിങ്ങനെ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നോക്കും. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർക്ക് മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അടിച്ചതാണ്. എനിക്ക് ഈ മഞ്ഞ കളർ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു വിഷം പോലെ, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ഒരു കളർ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു റോയൽ കളറായിട്ട് ഇതായിരിക്കും വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് തൊട്ട് ഈ കളറായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും കാരണം ഉണ്ടാവും. എനിവേ എല്ലാ സ്ഥലത്തും ഈ മഞ്ഞ പെയിൻറ്റ് കാണാം കേട്ടോ. മഞ്ഞയിൽ എല്ലാ കളറും ഇങ്ങനെ എടുത്ത് കാണുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. പണ്ട് കാലത്തെ ഫോട്ടോസൊക്കെ എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ, ഇങ്ങനെ ഇടനാഴികൾ, 2 സൈഡിലുമായിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡോറുകൾ ഇവരിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് തുറന്ന് കാണിക്കുന്നില്ല. എന്ത് ചെയ്താൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ചില കാര്യങ്ങൾ വാഷ് ബേസിനാണെന്ന് തോന്നുന്നു അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഒത്തിരി റൂമുകൾ ഇവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. അവിടെ നോക്കുമ്പോൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇങ്ങനെ നല്ലൊരു നടുമുറ്റമൊക്കെ ഉണ്ട്. അവിടെ ചിലർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല കളറൊക്കെ ഉള്ള ഒരു നടുമുറ്റം അല്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ കുറച്ച് കളേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാലസാണെന്ന് തോന്നുന്നു ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. കാരണം നല്ല കടും കളറുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ രവിവർമ്മ വരച്ച ചിത്രങ്ങളും ഒക്കെ പലതും ഉണ്ട് കേട്ടോ. രവിവർമ്മ വരച്ചാണോ എന്ന് എനിക്കറിയില്ല. സോറി, രവിവർമ്മ വരച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് പിക്ചേഴ്സ് വരച്ചതേ ഉണ്ട്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞ കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആരും പൊങ്കാലയിടാൻ വന്നേക്കരുത്. പിന്നെ ഒത്തിരി ഫോട്ടോസ്, പണ്ടെടുത്ത ഫോട്ടോസ്, പണ്ട് വരച്ച ഫോട്ടോസ്, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം നിൽക്കുന്നതുണ്ടല്ലോ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുമ്പോൾ ചുറ്റിനും ഇങ്ങനെ ഇടനാഴികളാണ്. കാരണം നടുമുറ്റം വരുന്നതിൻ്റെ ചുറ്റിനും. ഇവിടെ ഇരിക്കുന്ന ഈ സംഭവം കണ്ടോ, ഇത് ശരിക്കും ആനയുടെ തുമ്പിക്കൈയാണ്. എനിക്ക് തോന്നുന്നത് അത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നതാണോ എന്നറിയത്തില്ല. ഫുള്ള് പ്ലാസ്റ്റിക്കൊക്കെ ചുറ്റിയിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ, നിങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മിക്കവരും പോയിട്ടുള്ള സ്ഥലമായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു രസം തോന്നി, അതുകൊണ്ട് എടുക്കണതാണ്. ഇങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കാണാമല്ലോ ഇങ്ങനെയൊക്കെ ആ സംഭവം, ഈ പാലസ്, ഈ കൊട്ടാരത്തിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ കാണാമല്ലോ. എനിക്ക് ഈ വിൻഡോസൊക്കെ കണ്ടപ്പോൾ, ഈ ജനലുകളൊക്കെ കണ്ടപ്പോഴും നമ്മുടെ പഴയ മണിച്ചിത്രത്താഴ് ഫിലിമിനകത്തെ പോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അതേപോലത്തെ ഒരു ജനൽ, കുറച്ച് പഴമ ഫീൽ ചെയ്യിക്കുന്ന ജനലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാ ഈ ഒരു ഭാഗമാണ്, ഈ ഒരു നടുമുറ്റം ഏരിയ. അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇടനാഴി കേട്ടോ, നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴെ വന്നു. ഇത് താഴെയാണോ മേലെയാണോ ഉള്ളതെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷനാണ്, ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമേ ഇവർ കാണിക്കുള്ളൂ. അതിൻ്റെ മേലോട്ടും ഉണ്ട്, പക്ഷെ അങ്ങോട്ട് നമ്മളെ വിടുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇത്ര ഏരിയാസ് മാത്രമേ കാണിക്കാവുള്ളൂ. നമ്മൾ കുറച്ച് നേരം അതിലെല്ലാം നിന്ന് കണ്ടോ, മഞ്ഞ പെയിൻറ്റ് പിന്നെയും വന്നിട്ടുണ്ട്. എല്ലായിടത്തും മഞ്ഞ പെയിൻറ്റ്. ഈ മഞ്ഞ പെയിൻറ്റ് അടിച്ചു കൊടുത്ത് ലൈറ്റ് കൂടി ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ വന്നപ്പോഴാണ് ദേ ഇരിക്കുന്നു ടേബിളിലൊരു സംഭവം. ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? എനിക്ക് തോന്നുന്നു പണ്ട് ലൈറ്റല്ല വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന സാധനമാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഓരോരോ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുതിരയുടെ ലാടനടിക്കുന്ന സംഭവമില്ലേ, അതൊക്കെ ആട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൂം മൊത്തം പണ്ടത്തെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. മിക്കത് സാറ്റൻ മെറ്റീരിയലൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെയാണ്. ഇതാരാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നമ്മുടെ മൈസൂരിൻ്റെ പഴയ രാജാവായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഒരു ടൈമിൽ മൈസൂർ ഉണ്ടായിരുന്ന ടൈമിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, അവരാന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല, ഓർമ്മയില്ല, എനിക്ക് ജസ്റ്റ് അങ്ങനെ തോന്നുന്നു. പഴയ ചെയറാണ്. കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നോക്കി, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇത് തിരക്കായതുകൊണ്ടാട്ടോ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവുന്നത്. പിന്നെ കുറേ സാധനങ്ങളെല്ലാം കൂടെ ഒരു റൂമിലിട്ട് അവർ അടച്ചിട്ടുണ്ട്. കുറേ ചെയേഴ്സ്, ടേബിള്, ചെയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു റൂമിലിട്ട്. നമുക്ക് അങ്ങോട്ട് കയറാൻ അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ വെച്ച് ക്രോസിങ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് കയറ്റി വിടില്ല. കണ്ടോ, നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കാത്തേ ഉള്ളൂ. പണ്ട് ഉപയോഗിച്ചിരുന്ന പ്ലേറ്റ്സ്, ഗ്ലാസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ ഭയങ്കര രസം തോന്നി. നോക്കൂ, ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിലത്തെ ഈ സംഭവം നോക്കുക, അതിൻ്റെ വർക്കൊക്കെ നോക്കുക. അങ്ങോട്ട് കയറ്റി വിടൂല കേട്ടോ. ഇത് ഈട്ടിത്തടിയായിരിക്കും ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താ കളറും അതിൻ്റെ വർക്കും. മുകളിലോട്ടൊക്കെ കണ്ടോ, മേലോട്ടൊക്കെ ഇനിയുണ്ട്. നമ്മളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു പറ. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ മൈസൂർ പാലസിലെ കിങ് തന്നെ കേട്ടോ. ഞാനിങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കി. അപ്പോൾ പറഞ്ഞു, ഇത് എന്തുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാംഗ്ലൂർ പാലസ് ഉള്ളത് മൈസൂർ പാലസിൻ്റെ കൺട്രോളിലാണ്. അതായത് മൈസൂർ പാലസിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു പാലസാണ് ബാംഗ്ലൂർ പാലസ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. ആർക്കെങ്കിലും അറിയത്തില്ലായിരുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് എഴുതി പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മൈസൂരിലത്തെ പാലസ് കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ കയറി കണ്ടു കഴിയുമ്പോൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ല. കാരണം അത്രത്തോളം വലുതല്ല എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു ഉള്ളിൽ വന്ന് കുറച്ചിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം. പിന്നെ ഈ വീഡിയോ എടുത്തതിൽ മൊത്തത്തിൽ നമുക്ക് എല്ലാം കാണിച്ചു തന്നാൽ
ഒത്തിരി ടൈമാകും. പിന്നെ എന്തിനാ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഇതുവരെയും ബാംഗ്ലൂർ പാലസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിനുള്ളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിരുന്നാലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെന്ന് കണ്ട് അവിടെ ചെന്നാലേ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മസ്റ്റായിട്ട് കാണണം. നമ്മുടെ പണ്ടത്തെ ഒരു പാലസൊക്കെ അല്ലേ കണ്ടിരിക്കുന്നത്, വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുവരെ ടിൽ ദെൻ ബൈ.